എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഷിക്കടയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഓടുകയാണ്. ദയർ ട്രെയിൻ അവിടെയുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ട്രെയിനിൽ കയറണം. ഇവിടെ ആ ട്രെയിനില് ആ മെയിൻ വില്ലൻ അവന് ഭയങ്കര സന്തോഷാവും. അവൻ റിയയോട് പറയും, നമ്മൾ രക്ഷപ്പെട്ടു, ഇനി ഈ സ്ക്രോളുമായിട്ട് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണമെന്ന് പറയുമ്പോഴേക്കും ഉടനെ ഷിക്കടയും ബൊറൂട്ടോയും അവരിപ്പോ ചാടി അവരുടെ മുൻപിലേക്ക് വരും. ഷിക്കട പറയും, മര്യാദയ്ക്ക് റിയോയെ വിട്ടതാ, എനിക്കറിയാം നീ അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനാ വില്ലൻ പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ, അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ തട്ടിക്കളയും. ഷിക്കടയ്ക്കാണെങ്കിൽ അത് കേട്ട് കലികളകും. അവൻ റിയോയുടെ പേര് വിളിച്ച് ഒരു കത്തി എടുത്ത് വില്ലന് നേരെ വലിച്ചെറിയും. പക്ഷെ റിയോഗി അവൻ ചാടി വീണ് ആ ഒരു കത്തി അത് തടയും. ആ കത്തി അങ്ങനെ തറച്ച് റിയോയുടെ മുഖത്തുള്ള ആ ഒരു മാസ്ക് അത് രണ്ടായിട്ട് വെട്ടിപ്പിളരാണ്. റിയോഗി, ഇനിയെങ്കിലും നീ ഇത് മനസ്സിലാക്ക്, അവൻ നിന്നെ ചതിക്കുകയാണ്, നിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് റിയോഗി, ഒരുപാട് വർഷങ്ങളായി ഇദ്ദേഹമാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആരും ഇല്ലാതിരുന്ന എനിക്ക് ആരൊക്കെ ആയി തീർന്നത് ഇദ്ദേഹം മാത്രമാണ്. ഒരു കാരണവശാലും ഇദ്ദേഹത്തെ ഞാൻ ഒറ്റ കൊടുക്കില്ല. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇത്രയും നാളും ജീവിച്ചത്. സോ ഞങ്ങൾക്കൊരിക്കലും ഇതിൽ നിന്ന് മാറാൻ കഴിയില്ല. ഞങ്ങളുടെ വഴി അത് ഞങ്ങളുടെ ശരി തന്നെയാണ്. അതിന് ഷിക്കട പറയും, നീ എന്റെ കൂടെ സോഹി ഗെയിം കളിച്ചപ്പോ ഞാൻ റിയൽ ആയിട്ട് ഒരു ഫ്രണ്ടിനെയാണ് നിന്നിൽ കണ്ടത്. അന്ന് നിന്നില് നല്ലൊരു നന്മയും എനിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അതൊക്കെ ഫേക്ക് ആയിരുന്നോ? അതിനവൻ പറയും, ഒരിക്കലുമല്ല, ഞാനൊരിക്കലും ആരുടെയും മുൻപിൽ ഫേക്കായി ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ പതിയെ ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. അവന്റെ തലയ്ക്ക് ഒരുപാട് വേദന എടുക്കും. ഷിക്കട ചോദിക്കും, റിയോ എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനാ വില്ലൻ അവനിപ്പോ റിയോയോട് എന്തോ ഒരു ജിപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ഐ സ്റ്റൈൽ ഉപയോഗിച്ച് അവനവിടെ വലിയൊരു ബാരിയർ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഷിക്കടയും ബൊറൂട്ടോ ആണെങ്കിൽ അതിലങ്ങനെ ലോക്കായിട്ട് നിൽക്കുകയാണ്. ഷിക്കട പറയും, ബൊറൂട്ടോ ഇത് ആക്ച്വലി ഒരു നോർമൽ ഐ സ്റ്റൈൽ പവർ അല്ല. അപ്പൊ അതേസമയം ബൊറൂട്ടോ അവനാണെങ്കിൽ ആ ഐ സ്റ്റൈലിലൂടെ മറ്റേതൊരു ഡയമെൻഷനിലേക്ക് പോകും. കട്ട് ചെയ്ത ആ വില്ലനും റിയോഗിയും അവർ രണ്ടുപേരും ഹാപ്പിയായി ഇപ്പൊ ട്രെയിനിന്റെ മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് വരും. ഇവിടെ റിയോഗി അവനാണെങ്കിൽ വീണ്ടും തലവേദന എടുത്ത് നിലവിളിച്ച് താഴെ ഇരിക്കുകയാണ്. അപ്പ അവന്റെ ഇമാജിനേഷനിൽ അവന്റെ പപ്പയും മമ്മയും കൊല്ലപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അവന്റെ പപ്പയെ കൊല്ലുന്നത് അത് ഈ വില്ലൻ അങ്കിളായിട്ടായിരിക്കും അവൻ കാണുക. ഉടനെ ആ അങ്കിള് അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, റിയോഗി കുഴപ്പമൊന്നുമില്ല, നീ ഈ കണ്ണാടിയിലേക്ക് നോക്ക്. അവൻ ആ കണ്ണാടിയിലേക്ക് നോക്കേണ്ട താമസം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സീലിംഗ് ജിപ്സു അത് കുറച്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. അത് വീണ്ടും ഇപ്പൊ പഴയതുപോലെ സ്ട്രോങ് ആയി മാറും. അതേസമയം ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ഒരു ഗെൻ ജിപ്സുവില് അങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഷിക്കട ചോദിക്കും, ബൊറൂട്ടോ എന്തു പറ്റി, എന്താ ഉണ്ടായേ? ഉടനെ ബൊറൂട്ടോ അവനങ്ങനെ ടേൺ ചെയ്ത് ഷിക്കടയെ നോക്കും. അവന് ഷിക്കടയെ കാണുമ്പോ ആ വില്ലനെ ആയിരിക്കും ഓർമ്മ വരിക. അടുത്ത സെക്കൻഡ് അവൻ ഷിക്കടയെ അറഞ്ചം പൊറച്ച് ഇടിക്കും. ഷിക്കട ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ ഓരോ പഞ്ചിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഷിക്കടയ്ക്ക് കാര്യം പിടികിട്ടും. അവര് ബൊറൂട്ടോയെ ഒരു ഗെഞ്ചിപ്സു ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഷിക്കടയ്ക്ക് പിടികിട്ടും ചുറ്റുമുള്ള ആ ഗ്ലാസ് അതവനെ ഏതോ ഒരു കെഞ്ചിപ്സു ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവൻ ബൊറൂട്ടോയെ പിടിച്ചു വലിച്ച് അങ്ങനെ താഴേക്കിട്ടതിന് ശേഷം ആ കണ്ണാടിയിലേക്ക് ചുറ്റും ഒരുപാട് കത്തികള് അറഞ്ചം പുറഞ്ചം വലിച്ചെറിയും. അതേസമയം റിയോഗി അവൻ ആ വില്ലൻ അങ്കിളിനോട് പറയും, ഐ എം സോറി, ഞാൻ മറ്റേതോ ഒരു ചിന്തയിലായി പോയെന്ന് പറഞ്ഞ് അവൻ അവന്റെ കവർ എടുക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ഷിക്കടയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സോഹി ഗെയിമിന്റെ ഡയൽ താഴേക്ക് വീഴും. ഉടനെ അങ്കിൾ ചോദിക്കും, ഇതാ ഷിക്കട, അവൻ നിനക്ക് തന്നതാണോ? ഉടനെ റിയോ അവൻ തല കുലുക്കും. ഇപ്പൊ എനിക്ക് അവൻ ആരുമല്ല, അവനൊരു ഫ്രണ്ടായിട്ട് ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഈ നിമിഷം മുതൽ ഞാൻ അവനെ വെറുക്കുന്നു എന്ന് പറയും. അതിനാ അങ്കിള് ആളാ ഡയൽ മുഴുവൻ ഇപ്പൊ പുറത്തേക്ക് വലിച്ചെറിയും. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ തന്നെ ആ ഷിക്കടയെ എന്റെ മുൻപിൽ വെച്ച് കൊന്നു കാണിക്കണം. അതിന് റിയോഗി പറയും, ഓക്കെ, ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് അവനിപ്പോ അവരുടെ അടുത്തേക്ക് പോകും. വില്ലനാണെങ്കിൽ വീണ്ടും അവന്റെ ബോഡിയിൽ എന്തോ ഒരു ജിപ്സ് കൂടെ അങ്ങനെ സീൽ ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോയും ഷിക്കടയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റിനൊടുവില് ഒരുപാട് കഷ്ടപ്പെട്ട് ഷിക്കട അവൻ ഷാഡോ പാരലൈസിങ് ജിപ്സ് ഉപയോഗിച്ച് ബൊറൂട്ടോയെ ലോക്ക് ചെയ്യും. അതിനുശേഷം ഷിക്കട അവന്റെ ബോഡിയിലെ കെൻജിപ്സു അതങ്ങനെ ബ്രേക്ക് ചെയ്യാണ്. ബൊറൂട്ടോ ശ്വാസം വലിച്ചു വിട്ട് ഇപ്പൊ ഷിക്കടയോട് ചോദിക്കും, ഞാൻ കെഞ്ചിപ്സുവിൽ പെട്ട് കിടക്കുകയായിരുന്നോ? ഷിക്കട പറയും, അതെ, പക്ഷെ കുഴപ്പമില്ല, ഞാനിത് ബ്രേക്ക് ചെയ്തു. ബൊറൂട്ടോ ഷോക്കായിട്ട്, യു ആർ അൺബിലീവബിൾ, നിനക്ക് ഇത്രയും പവറൊക്കെ ഉണ്ടോ? സത്യത്തിൽ നീ എന്നെ കഴിഞ്ഞ് ജീനിയസ് ആണല്ലേ? ഷിക്കട ക്യാഷ്വലായിട്ട് പറയും,
ചെറുപ്പത്തിൽ മിറായി, അവളാണെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഗെഞ്ചിപ്സു ലോക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഞാൻ കഷ്ടപ്പെട്ടാണ് ഇത് പഠിച്ചത്. അതുപോലെ മറ്റൊരു ട്രിക്ക് ഉപയോഗിച്ചും ഈ ഗെഞ്ചിപ്സു അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവ കൈ ചുരുട്ടി ബൊറൂട്ടോയുടെ മുഖത്ത് ആഞ്ഞിട്ടിക്കും. കട്ട് ചെയ്ത ഈ വില്ലൻ അവനാണെങ്കിൽ അവന്റെ ഒരു അസിസ്റ്റന്റിന്റെ ബോഡിയിൽ ഒരു കത്തി കുത്തി ഇറക്കുകയാണ്. ഇവിടെ ഷിക്കടയാണെങ്കിൽ ആ ഐസ് ചിപ്സു അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഇപ്പോ ട്രെയിനിന്റെ മുൻഭാഗത്തേക്ക് വരാൻ ശ്രമിക്കും. ഷിക്കട പറയും ആ പയ്യൻ അവനെയും ആ മെയിൻ വില്ലൻ ഇതുപോലെ എന്തോ ഒരു ഗെഞ്ചിപ്സൂല് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവനും നോർമലാവും. അടുത്ത നിമിഷം ബൊറൂട്ടോയും ഷിക്കടയും അവർ രണ്ടുപേരും റിയോഗയുടെ ഗെഞ്ചിപ്സു അത് ബ്രേക്ക് ചെയ്യാനായി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് വരും. അവര് നൈസായിട്ട് ഇപ്പൊ ആ ബോഗിയുടെ ഡോറ് അത് ഓപ്പൺ ചെയ്യും. അപ്പ റിയോഗി അവനാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ പവർ ഒക്കെ എടുത്ത് അവർ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഡോർ തുറക്കേണ്ട താമസം അവൻ ഐസ് സ്റ്റൈൽ പവർ അത് അറിഞ്ചം പൊറഞ്ചം നമ്മുടെ ആൾക്കാർക്ക് നേരെ വലിച്ചെറിയും. ബൊറൂട്ടോ പറയും ഷിക്കട അതിന്റെ ഉള്ളില് റിയോഗി മാത്രമേ ഉള്ളൂ, ആ മെയിൻ വില്ലനെ അവനെ കാണാനില്ല. ഷിക്കട ഉടനെ ബൊറൂട്ടോയുടെ കൈ പിടിച്ച് വലിച്ച് ആ ട്രെയിനിന്റെ മുകളിലേക്ക് വരും. നമുക്കാദ്യം ആ മെയിൻ വില്ലനെ കണ്ടുപിടിക്കണം. ട്രെയിൻ എവിടെയും ഇതിനിടയിൽ സ്ലോ ആക്കുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവൻ ഈ ട്രെയിനിൽ തന്നെ എവിടെയോ ഉണ്ട്. അവനെ കണ്ടുപിടിച്ച് ആദ്യം തകർക്കുകയാണെങ്കിൽ റിയോയുടെ ബോഡിയിലെ ആ ഒരു ചിപ്സു അതും താനേ ബ്രേക്ക് ആവുമെന്ന് പറഞ്ഞ് അവരിപ്പോ അവനെ അന്വേഷിക്കാൻ തുടങ്ങും. ഉടനെ റിയോഗി അവനാണെങ്കിൽ ഇപ്പൊ അവരുടെ മുൻപിലേക്ക് വരും. ഷിക്കട അവൻ അടുത്ത സെക്കൻഡ് തന്നെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യും. എന്നിട്ട് ബറൂട്ടോട് പറയും നീ എത്രയും പെട്ടെന്ന് ആ മെയിൻ വില്ലനെ അവനെ കണ്ടെത്തണം. ഇവിടെ ഷിക്കട അവൻ നിലവിളിച്ചു പറയും ഞാൻ പറയുന്നത് ഇതുവരെയായിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലേ, എന്റെ ആങ്കിള് ഇത്രയും നാളും നിന്നെ യൂട്ടിലൈസ് ചെയ്യായിരുന്നു, ഒരു കാരണവശാലും ഇനിയും അതിൽ നീ പെട്ടുപോകാൻ പാടില്ല. അതിന് റിയോ ഒരു കാരണവശാലും ഞാൻ എൻ്റെ അങ്കിളിനെ തള്ളി പറയില്ല, ആള് കാരണമാണ് ഞാനിപ്പോഴും ഈ നിലയിൽ ജീവിക്കുന്നത്, ആളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എൻ്റെ കടമയാണെന്ന് പറഞ്ഞ് അവനങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പൊ അതേസമയം ബൊറൂട്ടോ അവനിപ്പോ ആ മെയിൻ വില്ലന്റെ തൊട്ടു പുറകിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ റിയോഗി അവൻ ഫുൾ കലിപ്പില് ഐസ് സ്റ്റൈൽ ഉപയോഗിച്ച് ഷിക്കടെ അറ്റാക്ക് ചെയ്യും. അവന്റെ ആ ഒരു അറ്റാക്കില് ട്രെയിൻ രണ്ടായിട്ട് പിളർന്ന് ഷിക്കട അവൻ താഴേക്ക് വീഴും. റിയോഗിക്കാണെങ്കിൽ അവന്റെ കലി അടങ്ങില്ല. അവനിപ്പോ ഷിക്കടയെ കാണുമ്പോ അവന്റെ അച്ഛനെ കൊന്ന ആ ഒരു കൾപ്രിറ്റിനെ പോലെ ആയിരിക്കും തോന്നുക. അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കും നീയല്ലേ എൻ്റെ അച്ഛനെ കൊന്നത്, എന്നെ ആരും ഇല്ലാത്തവനാക്കി ഇങ്ങനെ ആക്കി മാറ്റിയത് അത് നീയാണ്. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോ അവനൊരു കത്തിയെടുത്ത് ആ മെയിൻ വില്ലനെ ലോക്ക് ചെയ്യും. അതിനാ വില്ലൻ പറയും ഓക്കെ കുഴപ്പമില്ല, നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ടീമാവാം. ഞാൻ ഇതിനോടകം ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ വിറ്റ് നമുക്ക് 50-50 എടുക്കാം. ഉടനെ ബൊറൂട്ടോ അവൻ ഫുൾ കലിപ്പിൽ പറയും എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരിക്കലും നിന്റെ ടീമിൽ ചേരാൻ പോകുന്നില്ല, എനിക്ക് വലുത് എൻ്റെ ഗ്രാമം തന്നെയാണ്, നിന്നെ അവിടേക്ക് കൊണ്ടുപോയി എല്ലാ സത്യവും ഞാൻ തുറന്നു പറയിപ്പിക്കുമെന്ന് ബൊറൂട്ടോ ആണെങ്കിൽ ആട്ടിച്ചു പറയും. അപ്പൊ അതേസമയം വില്ലൻ അവൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഗ്ലാസ്സിലൂടെ ഇപ്പൊ ബൊറൂട്ടോയെ നോക്കും. അതിനുശേഷം അവന്റെ കാല് മടക്കി ബൊറൂട്ടോയ്ക്ക് ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കും. ആ ഒരു ചവിട്ടില് ബൊറൂട്ടോ തെറിച്ചു പോയി അട്ടിച്ചു വീഴും. അതിനുശേഷം ലീഡർ അവരുള്ള ആ ബോഗി അതങ്ങനെ അഴിച്ചു വിടുകയാണ്. ലീഡർ നിലവിളിച്ചു പറയും അവനിപ്പോ എന്റെ വെറും ഒരു ഗാർഡാണ്, ഞാൻ ഉപയോഗിച്ച പവർ കൊണ്ടാണ് അറിയോ അവനിപ്പോ എന്റെ അടിമയെ പോലെ ജീവിക്കുന്നത്, ഇന്നും എന്നും അവൻ എൻ്റെ അടിമ തന്നെയായിരിക്കും പറഞ്ഞ് ആ വില്ലൻ ചിരിക്കും. അതേസമയം ഇവിടെ റിയോഗി അവൻ ഫുൾ ഫോഴ്സിൽ അവൻ്റെ ഐസ് സ്റ്റൈൽ പവർ അതുപയോഗിച്ച് നമ്മുടെ ചെക്കന്മാരെ അറ്റാക്ക് ചെയ്യാണ്. ഷിക്കട ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനെ ടച്ച് ചെയ്താൽ മാത്രമേ ആ ഒരു ഗെഞ്ചിപ്സു അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഷിക്കടയ്ക്ക് കഴിയൂ. ഷിക്കട അടുത്ത് വരെ അവൻ വീണ്ടും ഐസ് സ്റ്റൈൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ചോര തുളുമ്പി ഒരുപാട് വേദനയിലും ഷിക്കട വിട്ടുകൊടുക്കാതെ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ബൊറൂട്ടോ അവൻ്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഷിക്കടയെ തൂക്കിയെടുത്ത് റിയോയുടെ നേർക്ക് വലിച്ചെറിയും. ഷിക്കട ആണെങ്കിൽ റിയോ നീ വെറും ഒരു ശിപ്പായി അല്ല, നീ ഞങ്ങളെപ്പോലെ ഒരുവനാണെന്ന് പറഞ്ഞ് അവന്റെ ദേഹത്ത് ആഞ്ഞൊരിട്ടി. ഉടനെ ആ ഒരു സീലിംഗ് ജിപ്സു അത് ബ്രേക്കായി പഴയ കാര്യങ്ങളൊക്കെ അവൻ ഓർമ്മ വരും. അവന്റെ അച്ഛനെ അമ്മയെ കൊന്നത് അത് ആ അങ്കിൾ വില്ലൻ തന്നെയാണ്. ഇത്രയും കാലം ആൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, എന്നെ ചതിച്ച് വെറും ഒരു സ്ലേവായിട്ട് ആൾ ഉപയോഗിക്കായിരുന്നു പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. ഉടനെ ഷിക്കട അവന്റെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തും. അതിനുശേഷം അവര് പുറത്തേക്ക് ഇറങ്ങും. കട്ട് ചെയ്ത ആ വില്ലൻ അവൻ ഹാപ്പി ആയിട്ട് ആ ട്രെയിനിൽ പോകുമ്പോഴായിരിക്കും സാക്ഷാൽ നറൂട്ടോ അവനിപ്പോ അവിടേക്ക് വരിക. ഒരു യെല്ലോ ഫ്ലാഷ് പവറിൽ വന്ന് ആ ട്രെയിനും വില്ലനെയും
കത്തിക്കരിച്ചില്ലാതാക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഷിക്കഡ അവൻ ഒറ്റയ്ക്കിരുന്ന് ഇപ്പൊ ആ ഗെയിം കളിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ആ വില്ലൻ അടിച്ചു മാറ്റിയ നെഞ്ചിപ്സു ഡിവൈസ് അത് ആ ഡോക്ടറിന്റെ കയ്യിൽ കൊടുക്കും. സോ ഡോക്ടർ ആണെങ്കിൽ അതെന്താണ്, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അത് കറക്റ്റായിട്ട് ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ റിയോഗി അവനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. പക്ഷെ അവന്റെ മനസ്സാണെങ്കിൽ ഭയങ്കര ശാന്തമാണ്. അവൻ ഷിക്കഡ കൊടുത്ത ആ ഒരു ഡയൽ എടുത്ത് അതിലേക്ക് തന്നെ നോക്കും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ഷിക്കഡയുടെ അടുത്തേക്ക് വന്ന് അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും റിയോഗി അവൻ തിരികെ വരും. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ആ ഗെയിം കളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.